അപ്പൊ എത്ര പീസാണ് പഞ്ചാബ്? ഇത് 650 പീസ് വേണം. 650 പീസ് കാളാഞ്ചി റൗണ്ട് പീസ്. റൗണ്ട് പീസ്. അതെ. എന്ന് പൊള്ളിക്കാനോ വറക്കാനോ? അത് ശാന്തിയൊക്കെ ഉണ്ടല്ലോ. സ്പെഷ്യലായിട്ട് ഷാജിപ്പാപ്പൻ എല്ലാവരും ഉണ്ട്. മൂന്നാമത്തെ പിടുത്തല്ലേ? മൂന്നാമത്തെ 8200 എഴുതിയോ? 8200. ഒരു മീൻ മേന്നപ്പോ എത്ര പീസ് കിട്ടുന്നുണ്ട്? 12 പീസ് നല്ല പീസ് കിട്ടുന്നുണ്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കല്യാണത്തിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. വേറെ ആരുടെയല്ല, നമ്മുടെ ഗ്ലോറിയ കാറ്ററിംഗ് സർവീസ് ഉണ്ടല്ലോ, അതിൽ നമ്മുടെ ശരത്തിൻ്റെ കല്യാണത്തിൻ്റെ ഓർഡറാണ് നമുക്ക് കിട്ടിയത്. കല്യാണത്തിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാളാഞ്ചി വെട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടില്ലേ ഈ കാളാഞ്ചിയൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറക്കിയേക്കണം. അതേപോലെ തന്നെ നമ്മൾ അതിരാവിലെ തന്നെ കട തുറന്ന് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ വീഡിയോസിലും കാണാറുള്ള പോലെ തന്നെ നമ്മുടെ കച്ചവടക്കാരായ ചേച്ചിമാരാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഉണ്ടാവുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ വെട്ടി കൊടുക്കാനുള്ളത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 650 കാളാഞ്ചി വെട്ടി കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ ആ മീനൊക്കെ നമ്മുടെ വണ്ടിയിലോട്ട് ഇപ്പോൾ കയറ്റി വെക്കുന്നത് കേട്ടോ. എല്ലായിടത്തും പള്ളിപ്പെരുന്നാളും ഉത്സവവും കല്യാണങ്ങളും മനസ്സമ്മതങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചേച്ചിമാർക്കും കുറേ ഓർഡർ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ കടയിൽ വന്നിട്ട് ചെമ്മീനും കാളാഞ്ചിയും അങ്ങനെ കടൽ മീനും പുഴമീനും കായൽ മീനും എല്ലാം വാങ്ങിച്ചിട്ട് പോകാനുള്ള തിരക്കിലാണ് കണ്ടോ. ഭയങ്കര തിരക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. കണ്ടില്ലേ, വിശേഷപ്പെട്ട ദിവസങ്ങൾ ഈ കാണുന്ന പോലെയായിരിക്കും തിരക്ക്. അല്ലാത്ത ദിവസങ്ങളിലും തിരക്കുണ്ടാവും, എന്നാലും ഈ ദിവസങ്ങളിൽ കുറച്ചുകൂടി തിരക്കുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം പകുതിയോടുകൂടി നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യും. ഈസ്റ്ററിന് മുന്നോടിയായിട്ടുള്ള നോമ്പ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് എല്ലാ പള്ളികളിലും പെരുന്നാളുകളും പിന്നെ എല്ലാ കല്യാണങ്ങളും ആ ഒരു സമയത്തായിരിക്കും നടത്തുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. എല്ലാവർക്കും മീൻ ആവശ്യമാണ്, മീനും ചെമ്മീനൊക്കെ. അപ്പോൾ അതിൻ്റേതായ തിരക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വലിയ പറമ്പിലോട്ടുള്ള നമ്മുടെ ടോമിസ് ബിഷപ്പിലോട്ട് മീനും കാര്യങ്ങളൊക്കെ കയറ്റി വിട്ടിട്ട് അവിടെ വെച്ചിട്ട് വേണം നമ്മുടെ നേരത്തെ കാണിച്ച് കാളാഞ്ചി വെട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാളാഞ്ചികളും ബാക്കിയുള്ള മീനുകളൊക്കെ ആയിട്ട് നമ്മുടെ വലിയ പറമ്പിലെ കടയിലേക്ക് എത്തിയിട്ട് ഈ കാണുന്ന കാളാഞ്ചികളാണ് നമ്മൾ ഇന്ന് 650 പീസായിട്ട് വെട്ടിമുറിക്കാനായിട്ട് പോകുന്നത്. അതായത് റിംഗ് ഷേപ്പിൽ കാളാഞ്ചി പീസുകളാക്കി വെട്ടിമുറിക്കാൻ പോകുന്നത്. നമ്മുടെ പാഞ്ചുപാപ്പനും ഷാജിപാപ്പനും വിൽസ്യാൻ്റെയും പിന്നെ നമ്മുടെ ദിൽദറും കൂടിയിട്ടാണ് ഈ മീനൊക്കെ വെട്ടിമുറിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ മീനും നമ്മൾ ഐസ് പാക്ക് ചെയ്തിട്ട് സേഫായിട്ട് വെക്കത്തുള്ളൂ. ഈ ഒരു സമയത്തെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ മീനൊക്കെ നിരത്തി വെച്ചേക്കുന്നത് കേട്ടോ. പീസ് വേണം. 650 പീസ് കാളാഞ്ചി റൗണ്ട് പീസ്. റൗണ്ട് പീസ്. അതെ. എന്ന് പൊള്ളിക്കാനോ വറക്കാനോ? അത് വറക്കാനായിട്ട്. വിൽസ്യാൻ്റിയൊക്കെ ഉണ്ടല്ലോ. സ്പെഷ്യലായിട്ട് ഇറക്കിയേക്കാണ് നമ്മളെ ദിൽദർ ഷാജിപ്പാപ്പൻ എല്ലാവരും ഉണ്ട്. റൗണ്ട് പീസില് ഒറ്റളവ് പൊളിക്കാണ്ട് പറ്റിയൊരു സൈസാണ് നമ്മൾ എടുത്തേക്കണത്. ഏകദേശം 1 കിലോ 1,200 അതാകുമ്പോ ഓരോ വലിപ്പമാവൂല, കറക്റ്റ് പീസായിട്ട് കിട്ടും. ഇത് 650 പീസ് വേണം നമുക്ക്. അതെ അല്ലേ? അപ്പൊ നമ്മൾ തൂക്കേണ്ട. ഇത് എത്രയുണ്ട് ഇപ്പൊ? 7,800. അപ്പൊ 8,700 അല്ലേ? 8,700. ഡിജിറ്റൽ ത്രാസ് ആയതുകൊണ്ട് ഇതിന്റെ ക്യാമറയിൽ വെയിറ്റ് കിട്ടണില്ല. തൂക്കം 8,700 ഉണ്ട്. അത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ദിൽദറും വിൽസ്യാൻ്റിയാണ് ആദ്യം തുടങ്ങിയത് പരിപാടി. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏകദേശം ഒരു 1 കിലോ അല്ലെങ്കിൽ 1,200 മാക്സിമം വരുന്ന സൈസ് വരുന്ന കാളാഞ്ചികളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 55 കിലോളം കാളാഞ്ചികൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 650 പീസ് വെട്ടിമുറിച്ച് കൊടുക്കാനായിട്ടാ. അടുത്ത് പിടുത്തോട്ടോ. അത് കേര വെട്ടാണല്ലോ നമുക്ക്. കേര എടുക്കല്ലേ? പകുതി എടുക്കാല്ല. പകുതി എടുക്കാം. അപ്പോൾ നമ്മുടെ കാളാഞ്ചികൾ വെട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന്, അതായത് നമ്മുടെ കടയിൽ നോർമലായിട്ട് വരുന്ന കസ്റ്റമേഴ്സിന് മീൻ വെട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഒരു ചേട്ടൻ ഒരു 3 കിലോത്തിൻ്റെ ഒരു കേര എടുത്തൊക്കെയാണ്. 3 കിലോ പെർ പീസ് അല്ലേ? മൂന്നാമത്തെ പിടുത്തല്ലേ? മൂന്നാമത്തെ 8,200 എഴുതിയോ? 8,200 എഴുതി വെക്കണല്ലേ? എഴുതി വെക്കണ്ട്. ഇവിടെ ഇടാം.
സൂപ്പർ കയറാനുള്ള ഇത് തന്നെയില്ല. ആ കേര മുറിച്ചപ്പോൾ ചോര വരണ വരവുണ്ട, നല്ല ഫ്രഷ് കയറാട്ടെ. അപ്പോഴേക്കും ഇവിടെ കാളാഞ്ചി ഈ സമയം കൊണ്ട് 4ാമത്തെ കാളാഞ്ചി ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലേ. ആദ്യം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൗണ്ട് പീസ് ആക്കാൻ പോകുന്നത്. എല്ലാവരും ഒരുമിച്ച് ക്ലീൻ ചെയ്യും അല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യാൻ പോകുന്നത്. പറഞ്ഞോട്ടാ. കാളാഞ്ചി 600 രൂപ. നമ്മുടെ ദിൽദറും വിൽശാൻ്റെയും കൂടി കാളാഞ്ചിയെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷാജി ബാബൻ ഇവിടെ ആ കേരയെ വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി പീസായിട്ടാണ് ഷാജി ബാബ മുറിക്കുന്നത്. അതേസമയം തന്നെ പാഞ്ചി ബാബൻ കാളാഞ്ചി തൂക്കിയെടുത്ത് കൊടുക്കുന്നുണ്ട്. വിൽശാൻ്റെയുടെയും ദിൽദറിൻ്റെയൊക്കെ അടുത്തോട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ തന്നെ ഇപ്പോൾ അത് ക്ലീൻ ചെയ്യും. അതിനുശേഷം നമ്മുടെ ഈ ഷാജി ബാബൻ്റെ കേര കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാജി ബാബനും അവരോടൊപ്പം തന്നെ ജോയിൻ ചെയ്യും. ഇവിടെ കാളാഞ്ചി വെട്ടിമുറിച്ച് കൊടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാളാഞ്ചി വെട്ടിമുറിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 900 ഉള്ള കേട്ടോ. വിൽശാൻ്റിനെ കാണിച്ചിട്ട് കുറേ നാളായി. വിൽശാൻ്റി ഇപ്പോൾ കിട്ടാറില്ല, ഭയങ്കര ബിസിയാണ്. വിൽശാൻ്റി ആയിരുന്നു താരം. വിൽശാൻ്റി നമ്മുടെ കൃഷ്ണകോട്ടയിൽ കിട്ടാറില്ല, വേറെ നമ്മുടെ അന്നമനോടയിലുള്ള ബ്രാഞ്ചിലോട്ട് പോകും ഡെയിലി. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളാണ് വിൽശാൻ്റി നോക്കാറ് ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാത്തത്. വിൽശാൻ്റെ കാണിക്കാത്തതെന്ന് വെച്ചാൽ കാണിക്കാനായിട്ട് പറ്റാറില്ല. എത്രാമത്തെ പിടുത്തം? 5ാമത്തെ പിടുത്തം. 5ാമത്തെ. ഏകദേശം എത്ര കിലോ ഉണ്ടാവും? 8 കിലോ. ഇത് എത്ര കിലോ ഉണ്ട്? ഇപ്പോൾ 5 ഈ ചെറിയ കാളാഞ്ചല്ലേ ഇത്? ഇതെന്താണ് ഈ സൈസ് എടുത്തത്? അപ്പം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. ഒരേ മോഡൽ എല്ലാം ഒരേ മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൈസ്. അപ്പോൾ അത് അത്യാവശ്യം കാളാഞ്ചികൾ ഇപ്പോൾ നമ്മളുടെ ദിൽദറും വിൽശാൻ്റെയും കൂടി ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അധികം വൈകാതെ തന്നെ ഇത് കട്ട് ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണം. നോക്കി, കാളാഞ്ചി നല്ല വെളുപ്പിച്ച് നല്ല വെള്ള കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് മുറിച്ചെടുത്താൽ മാത്രം മതി. അതേസമയം തന്നെ നമ്മുടെ പാഞ്ചി ബാബനാണ് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തട്ട് നോക്കുന്നത്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക്, നമ്മുടെ വരുന്ന റീറ്റെയിൽ കസ്റ്റമേഴ്സിന് മീൻ എടുത്ത് കൊടുക്കുന്നതും കണക്കൊക്കെ നോക്കുന്നതും നമ്മുടെ പാഞ്ചി ബാബൻ തന്നെ ഉണ്ടോ. അതുള്ളു അര മതിയാ? അതിലുണ്ടോ? ഇത് 1 kg. जास्ती ചെറിയ आज 220 है 10 रुपया बैलेंस रहेगा. 220 लेके आया 10 रुपया बैलेंस. ഇപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സായ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ വന്നെങ്കിൽ കൂടുതലായിട്ട് വാങ്ങിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രൂപച്ചെന്ന് എന്ന് പറയും അവരുടെ ഭാഷയിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നട്ടർ പിരാനെന്നൊക്കെ പറയും കേട്ടോ. ഈ ഒരു സൈസിലാണ് നമ്മൾ ഇനി വെട്ടാൻ പോകുന്നത്. ഈ ഒരു കനത്തിലും ഈ ഒരു വണ്ണത്തിലും ഈ ഒരു നീളത്തിലുള്ള പീസ്, അതായത് 650 പീസുകളുണ്ടാവും. അപ്പോൾ അതായത് നമ്മുടെ വിൽശാൻ്റിയാണ് ആദ്യമായിട്ട് മീൻ കട്ട് ചെയ്ത് തുടങ്ങിയേക്കുന്നത് കേട്ടോ. അത് ഈ ഒരു സൈസിലായിരിക്കും ഇനിയുള്ള കാളാഞ്ചികളെല്ലാവരും വെട്ടാൻ പോകുന്നത്. മുറിച്ച പീസുകളൊക്കെ ട്രെയിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നല്ല രീതിക്ക് പെർഫെക്റ്റായിട്ട് ഐസ് ചെയ്ത് വെക്കാനുള്ളതാണ്. നമ്മളുടെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് മീനിൽ മുട്ടിക്കില്ല, സെപ്പറേറ്റ് ആയിട്ട് കവറിൽ പാക്ക് ചെയ്തിട്ട് കവറിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഐസ് ഇടുന്നത്. എത്ര കിട്ടി? ഒരു മീൻ മേന്നപ്പോൾ എത്ര പീസ് കിട്ടുന്നുണ്ട്? 2, 4, 6, 8, 10, 12 പീസ് നല്ല പീസ് കിട്ടും. നല്ല പീസ് കിട്ടുന്നുണ്ടല്ലേ? 12 നല്ല പീസ് ഒരു മീനിൽ നിന്ന്, അതായത് ഏകദേശം ഒരു 1 കിലോ തൂക്കമുള്ള മീനിൽ നിന്ന് 12 പീസ് കിട്ടുന്നുണ്ട് കേട്ടോ. റൗണ്ട് പീസ്, ഈ കാണുന്ന പോലത്തെ റൗണ്ട് പീസ് 12 എണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെട്ടുന്ന പീസ് ഒരേപോലത്തെ അളവിലാണോ എന്ന് പാഞ്ചി ബാബൻ നോക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും മുറിക്കുന്നത് കേട്ടോ. അതായത് മീനൊക്കെ മുറിക്കുന്നത്. അതേ ഇപ്പോൾ നമ്മുടെ ഷാജി ബാബനും നമ്മളോടൊപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് കാളാഞ്ചി വെട്ടാനായിട്ട്. അപ്പോൾ അതേ ഷാജി ബാബനും മീൻ ചെത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി അങ്ങോട്ട് പരിപാടിയൊക്കെ സ്പീഡിലായിരിക്കുള്ളൂ. പരിപാടിയൊക്കെ നടക്കുന്നത് 3 പേര് നിന്നിട്ടാണ് വെട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാഞ്ചി ബാബൻ തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കുകയാണ്. നമ്മുടെ തട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന്, സാധാരണ വരുന്ന കസ്റ്റമേഴ്സിന് മീനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പാഞ്ചി ബാബൻ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിൽശാൻ്റെയും ദിൽദറും ഷാജി ബാബനാണ് ഇനി മുതൽ കാളാഞ്ചി വെട്ടി തീർക്കാൻ പോകണം കേട്ടോ. ആ ഒരു പീസുകൾക്ക് എല്ലാവരും വേറെ വേറെ പല പല സൈസിലുള്ള പീസുകളാക്കി കിട്ടുള്ളൂ.
പക്ഷേ അതൊരു സുഖം ഉണ്ടാവില്ല. എത്ര കിട്ടിയത്? 10 കിട്ടിയോളാം. ഇപ്പം എന്തായാലും നല്ല പരിപാടി. എന്തായാലും അത് 350 ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു ലെവലിലുള്ള മീൻ തന്നെ കിട്ടിയത് വലിയൊരു കാര്യമാണ്. വലിയ കാളാഞ്ചായിരിക്കും കിട്ടണത് നമുക്ക് എപ്പോഴും. അതാകുമ്പോൾ വലിയ പീസാവും, ഇതിന് മുതലിക്കില്ല. പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈസ് കാളാഞ്ചി ഈ ഒരു സമയത്ത് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ വലുപ്പമായിട്ടെങ്കിൽ മീനിൻ്റെ പീസിൻ്റെ വലുപ്പം കൂടും, അപ്പോൾ അത് ശരിയാവില്ല. അപ്പോൾ ഇതും ഓവർ ചെറുതുമല്ല, അത്യാവശ്യം നല്ല ആവറേജ് സൈസുള്ള മീനെ തന്നെ കിട്ടിയോണ്ട് കറക്റ്റ് പെർഫെക്റ്റ് സൈസിൽ കഷ്ണങ്ങൾ മുറിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേ മുറിച്ച പീസുകൾ ഇതേ ഓരോന്നായിട്ട് ഇതേ നമ്മുടെ തട്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് തലഭാഗവും പിന്നെ നമുക്ക് ചെറിയ പീസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് മാറ്റിയിട്ട് വേറെ സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. പിന്നെ അത് എല്ലാ പീസുകളും നമുക്ക് എണ്ണയും വേണം. ഇത് നോക്കിയാൽ നിങ്ങൾ എത്രത്തോളം നല്ല ഫ്രഷ് മീനാണെന്ന് നോക്കിയാൽ. ഇപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത്, അതായത് ഈ ഒരു പരിപാടിക്ക് വേണ്ടി നമ്മൾ എടുത്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീൻ തന്നെയാണ് കിട്ടിയേക്കുന്നത്. ചോര പൊടിഞ്ഞുകൊണ്ടിരിക്കണം മുറിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട്. ഇതാകുമ്പോൾ 450 രൂപ. ഇതിപ്പോൾ മുറിച്ചതാണ് അതിൻ്റെ പകുതി. ഒരു കാളാഞ്ചി കേട്ടോ. എന്തോരം ഉണ്ട്? 1 കിലോ ആണോ? 100 രൂപ. ആ അങ്ങനെ നമ്മുടെ കാളാഞ്ചി ഓൾമോസ്റ്റ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈസ് വരുന്ന പീസുകളാക്കിയിട്ടാണ് നമ്മൾ 650 പീസും എടുത്തേക്കുന്നത്. ബാക്കി വരുന്ന തലഭാഗവും പിന്നെ അതിൻ്റെ വാൽഭാഗവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് തന്നെ കൊടുക്കും. അപ്പോൾ നമ്മുടെ കടയിൽ ഇതേ വീണ്ടും തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഓൾമോസ്റ്റ് മീനൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് തിരക്ക് പിന്നെയും വന്നത്. അതേപോലെ റൗണ്ട് വേണോ? റൗണ്ട് നമ്മുടെ കാളാഞ്ചി മുറിക്കാനാണ്. അപ്പോൾ പല കസ്റ്റമേഴ്സിനും കാളാഞ്ചി വേണമെന്നായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രഷ്നസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇഷ്ടംപോലെ പേരുണ്ട്. പിന്നെയും വന്നിട്ട് കാളാഞ്ചി വേറെ വാങ്ങിച്ചത് റീറ്റെയിലായിട്ട്. അപ്പോൾ ശനി ഞാൻ പോയിട്ടോ. ഓക്കെ അപ്പം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ ശരി. ഓക്കെ ബൈ. അങ്ങനെ നമ്മുടെ കാളാഞ്ചികൾ എല്ലാത്തിനെയും മുറിച്ചിട്ടുണ്ട്. 650 പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കല്യാണത്തിന് ഇതേ ഞാനും പാഞ്ചാബിനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ ശരത്തും വൈഫും നമ്മുടെ പള്ളിയിൽ കെട്ടും ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് റിസപ്ഷനായിട്ട് ഹോളിലേക്ക് എത്തിക്കേണ്ട. അപ്പോൾ അവരെ വെൽക്കം ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 2 പേരും ഡ്രസ്സിങ്ങും അടിപൊളിയായിരുന്നു. എല്ലാം നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചേച്ചിമാരാണ് സെർവ് ചെയ്യുന്നത്. എല്ലാവരും നല്ല ചിരിച്ചുകൊണ്ട് തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ഫിഷ് ഫ്രൈ കേട്ടോ. അതായത് നമ്മൾ കൊടുത്ത കാളാഞ്ചി കൊണ്ടുണ്ടാക്കിയ ഫിഷ് ഫ്രൈ ആണ് ആ ചേച്ചി സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരത്തിനും വൈഫിനും എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ നമ്മുടെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയണ്ട. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും ബൈ ട്ടാ.